സ്റ്റേഷന് അകത്ത് നടക്കുന്ന പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. എറണാകുളം നോർത്ത് SHO ആയിരുന്ന പ്രതാപചന്ദ്രൻ ഗർഭിണിയുടെ മുഖത്തടിക്കുന്നതും നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നതുമായ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന സംഭവത്തിൽ 1 വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് പരാതിക്കാരിക്ക് ദൃശ്യങ്ങൾ ലഭിച്ചത്. ജൂൺ 20 രാത്രി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനുള്ളിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ കൊച്ചിയിൽ ലോഡ്ജ് നടത്തുന്ന തൊടുപുഴ സ്വദേശിനി ഷൈമോളെ വനിതാ പോലീസുകാർ വട്ടത്തിൽ പിടിച്ചിരിക്കുന്നതാണ് ആദ്യം കാണുന്നത്. ഇതിനിടെ വന്ന അന്നത്തെ SHO പ്രതാപചന്ദ്രൻ ആദ്യം ഷൈമോളെ നെഞ്ചത്ത് പിടിച്ചു തള്ളി. 4 മാസം ഗർഭിണിയുമായിരുന്നു ആ സമയം ഷൈമയാർ. ലോഡ്ജിനടുത്ത് നിന്ന് തലേദിവസം ചില പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഗർഭിണിയായ ഷൈമോൾ ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ പോകാനിറങ്ങിയപ്പോഴായിരുന്നു സംഭവം. ഭർത്താവിനെ പോലീസ് കൊണ്ടുപോയതിന് പിന്നാലെ ഷൈമോൾ കുഞ്ഞുങ്ങളെ കൂട്ടി സ്റ്റേഷനിലേക്ക് പോയി. എന്ത് കാരണത്താലാണ് കസ്റ്റഡിയെന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. പിന്നാലെയായിരുന്നു വനിതാ പോലീസുകാർക്ക് മുന്നിൽ വച്ച് പ്രതാപന്റെ കയ്യേറ്റം ചെയ്യലുണ്ടായത്. എന്നാൽ ഷൈമോൾ കുഞ്ഞുങ്ങളുമായി വന്ന് സ്റ്റേഷന് മുന്നിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ നോക്കിയെന്നുമെല്ലാമായിരുന്നു അന്ന് പോലീസിന്റെ ന്യായീകരണം. എല്ലാം CCTVയിലുണ്ടെന്ന് അന്നേ പറഞ്ഞ ഷൈമോൾ സത്യം തെളിയിക്കാൻ ഹൈക്കോടതി വരെ നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ ജസ്റ്റിസ് വിജി അരുണിന്റെ ബെഞ്ച് CCTV ദൃശ്യങ്ങൾ പരാതിക്കാരിക്ക് നൽകാൻ ഉത്തരവിടുകയായിരുന്നു. പ്രതാപചന്ദ്രൻ നിലവിൽ അരൂർ പോലീസ് സ്റ്റേഷനിലെ SHOയാണ്. സ്ത്രീക്കെതിരെയുള്ള അതിക്രമവും ക്രൂരമായ മർദ്ദനവും പുറത്തുവന്നിട്ടും പ്രതാപചന്ദ്രൻ സംഭവത്തെ ന്യായീകരിച്ചു. അതെ, സമയം വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വിഷമിച്ച ബെഞ്ചോ ഷൈമോൾ ദമ്പതികൾക്ക് ചികിത്സയ്ക്ക് ശേഷം ഇരട്ട കുട്ടികൾ ജനിച്ചിരുന്നു. ഇത് കഴിഞ്ഞു 1 വർഷത്തിനു ശേഷം ഷൈമോൾ വീണ്ടും ഗർഭിണിയായി. ഈ സമയത്തായിരുന്നു ഇവരെ പ്രതാപചന്ദ്രൻ ആക്രമിച്ചത്.